Hi all, welcome to Study Win PSC. ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യവും കൂടെ പറയാനുണ്ട്. കമ്പനി ബോർഡ് LGS മാത്സിന് വേണ്ടി സ്റ്റഡി വിൻ PSC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ. നേപ്പാളിൻ്റെ എത്രാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി? ആദ്യത്തെ. നേപ്പാൾ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസും എഴുത്തുകാരിയുമായ അവർ ന്യായ് എന്ന ആത്മകഥയും കര ജയിൽ എന്ന പേരിൽ നോവലും രചിച്ചിട്ടുണ്ട്. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നാണ് രാഷ്ട്രതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയത്. നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സുശീല കർക്കി. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ മന്ത്രി ഏത് രാജ്യത്താണ് ചുമതലയേറ്റത്? അൽബേനിയ. സൂര്യൻ എന്നർത്ഥമുള്ള ഡിയേല എന്നു പേരുള്ള മന്ത്രിയെ പ്രധാനമന്ത്രി ഈദി റമയാണ് നിയമിച്ചത്. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ മന്ത്രി ഏത് രാജ്യത്താണ് ചുമതലയേറ്റത്? അൽബേനിയ. സൂര്യൻ എന്നർത്ഥമുള്ള ഡിയേല എന്നു പേരുള്ള മന്ത്രിയെ പ്രധാനമന്ത്രി ഈദി റമയാണ് നിയമിച്ചത്. അപ്പം അൽബേനിയയിലെ പ്രധാനമന്ത്രി ഈദി റമയാണ്. അൽബേനിയയിലാണ് ലോകത്തെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ മന്ത്രി ചുമതലയേറ്റത്. ആ മന്ത്രിയുടെ പേരെന്താണ്? ഡിയേല. സൂര്യൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം. ലോകത്തെ ആദ്യത്തെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന മന്ത്രി പേര് ഡിയേല. ആ മന്ത്രി ചുമതലയേറ്റത് ഏത് രാജ്യത്താണ്? അൽബേനിയയിൽ. മന്ത്രിയുടെ പേരും ഏത് രാജ്യത്തും ആണെന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ആഗോള സമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനക്കാരനായ ടെസ്ല CEO ഇലോൺ മസ്കിനെ സമ്പത്തിൽ അടുത്തിടെ മറികടന്നത്? ലാറി എലിസൺ. ഓറക്കിളിൻ്റെ സഹസ്ഥാപകനായ എലിസന്റെ സമ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് $10,100 കോടി വർധന ഉണ്ടായതോടെയാണ് 1-ാം സ്ഥാനത്ത് എത്തിയത്. ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ഒറ്റ ദിവസം ഇത്രയധികം സമ്പത്ത് ഒരാൾ നേടുന്നത് ആദ്യമായാണ്. ആഗോള സമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനക്കാരനായ ടെസ്ല CEO ഇലോൺ മസ്കിനെ സമ്പത്തിൽ അടുത്തിടെ മറികടന്നത് ലാറി എലിസൺ. ഏതു രാജ്യത്തെ സർക്കാരിനെതിരെ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭമാണ് ബ്ലോക്ക് എവരിത്തിങ്? ഫ്രാൻസ്. ഏത് രാജ്യത്തെ സർക്കാരിനെതിരെ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭമാണ് ബ്ലോക്ക് എവരിത്തിങ്? ഫ്രാൻസ്. കേരളത്തിലെ ഏത് രാഷ്ട്രീയ കക്ഷി അടുത്തിടെ ആരംഭിച്ച യൂട്യൂബ് ചാനലാണ് കനൽ? CPI. കേരളത്തിലെ ഏത് രാഷ്ട്രീയ കക്ഷി അടുത്തിടെ ആരംഭിച്ച യൂട്യൂബ് ചാനലാണ് കനൽ? CPI. സംസ്ഥാന സർക്കാരിൻ്റെ കത്തിടപാടുകളിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പരാമർശിക്കുമ്പോൾ പേരിന് മുന്നിൽ ബഹുമാനം സൂചിപ്പിക്കുന്ന ഏത് വിശേഷണം കൂടി ചേർക്കപ്പെടണമെന്നാണ് പൊതുഭരണ വകുപ്പിൻ്റെ ഉത്തരവ്? ബഹു.
സംസ്ഥാന സർക്കാരിൻ്റെ കത്തിടപാടുകളിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പരാമർശിക്കുമ്പോൾ പേരിന് മുന്നിൽ ബഹുമാനം സൂചിപ്പിക്കുന്ന ഏത് വിശേഷണം കൂടി ചേർക്കണമെന്നാണ് പൊതുഭരണ വകുപ്പിൻ്റെ ഉത്തരവ്? ബഹു. 2025 സെപ്റ്റംബർ 11 അന്തരിച്ച പി തങ്കച്ചൻ ഏത് കാലത്താണ് കേരള നിയമസഭയുടെ സ്പീക്കർ പദവി വഹിച്ചിരുന്നത്? 1991, 95. 1982 മുതൽ 19 വർഷം നിയമസഭയിൽ പെരുമ്പാവൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. ചെറുകിട കർഷകർക്ക് വേണ്ടി വൈദ്യുതി സൗജന്യമാക്കിയത് 1995 ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷി മന്ത്രിയായിരിക്കെയാണ്. 2025 സെപ്റ്റംബർ 11 അന്തരിച്ച പി തങ്കച്ചൻ ഏത് കാലത്താണ് കേരള നിയമസഭയുടെ സ്പീക്കർ പദവി വഹിച്ചിരുന്നത്? 1991, 95. മിസോറാമിലെ ആദ്യത്തെ റെയിൽപാത സെപ്റ്റംബർ 13 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര്? ബൈറാബി സൈറാങ്. 51.38 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തലസ്ഥാനമായ ഐസോളിനെ ദേശീയ ശൃംഖലയുമായി ബന്ധിപ്പിച്ചു. പാതയിൽ 48 തുരങ്കങ്ങളും 142 പാലങ്ങളുമുണ്ട്. ചെലവ് 8,000 കോടി രൂപ. മിസോറാമിലെ ആദ്യത്തെ റെയിൽപാത സെപ്റ്റംബർ 13 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര്? ബൈറാബി സൈറാങ്. മിസോറാമിൻ്റെ തലസ്ഥാനം ഐസോള്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതകൾ ജെയ്സ്മിൻ ലംബോറിയ, മീനാക്ഷി ഹൂഡ. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിലാണ് ജെയ്സ്മിൻ ലംബോറിയ 1ാം സ്ഥാനം നേടിയത്. മീനാക്ഷി ഹൂഡ 48 കിലോഗ്രാം വിഭാഗത്തിൽ ലോക ചാമ്പ്യനായി. ഇരുവരും ഹരിയാന സ്വദേശികളാണ്. പോളണ്ടിൻ്റെ ഒളിമ്പിക് മെഡൽ ജേതാവ് ജൂലിയ സെറമെറ്റയെ തോൽപ്പിച്ചാണ് ജെയ്സ്മിൻ തൻ്റെ ആദ്യ ലോക കിരീടം നേടിയത്. കസാഖിസ്ഥാൻ്റെ നസീം കൈസായിബയെ തോൽപ്പിച്ചാണ് മീനാക്ഷി കിരീടം സ്വന്തമാക്കിയത്. 80+ വിഭാഗത്തിൽ നൂപൂർ ഷിറോയോൺ വെള്ളിയും 80 കിലോഗ്രാം വിഭാഗത്തിൽ പൂജാറാണി വെങ്കലവും നേടിയതോടെ ഇന്ത്യക്ക് ആകെ 4 മെഡലായി. ഇംഗ്ലണ്ടിലെ ലിവർപൂളിലാണ് മത്സരം നടന്നത്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതകൾ ജെയ്സ്മിൻ ലംബോറിയ, മീനാക്ഷി ഹൂഡ. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ എത്ര വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത്? 7 വിക്കറ്റിന്. സൂര്യകുമാർ യാദവ് ആയിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ. പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒളിവിൽ കഴിഞ്ഞ അൽ ഖായിദ തലവൻ ഒസാമ ബിൻ-ലാദനെ 2011 മെയ് 2 പുലർച്ചെ US നേവി കമാൻഡോകൾ കൊലപ്പെടുത്തിയതിനെ പറ്റി അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകം ദി സർദോരി പ്രസിഡൻസി നൗ ഇറ്റ് മസ്റ്റ് ബി ടോൾസ്. അക്കാലത്ത് പാക് പ്രസിഡന്റായിരുന്ന ആസിഫ് അലി സർദാരിയുടെ വക്താവും വിശ്വസ്തനുമായിരുന്ന ഹർഷത്തുള്ള ബാബറാണ് രചയിതാവ്. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ എത്ര വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത്? 7 വിക്കറ്റിന്. സൂര്യകുമാർ യാദവ് ആയിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വനധാര ജാംനഗർ, ഗുജറാത്ത് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെ? നിയമലംഘനം നടത്തുന്നുവെന്ന പൊതുതാൽപര്യ ഹർജികൾ സുപ്രീം കോടതി തള്ളിയതിലൂടെ.
അനന്ത് അംബാനിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നിയമപ്രകാരമാണെന്ന് കോടതി കണ്ടെത്തി. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വന്യജീവി പുനരധിവാസ കേന്ദ്രമായ വനധാര അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെ? നിയമലംഘനം നടത്തുന്നുവെന്ന പൊതുതാൽപര്യ ഹർജികൾ സുപ്രീം കോടതി തള്ളിയതിലൂടെ. ഏതു രാജ്യത്തെ വാച്ച് കമ്പനിയാണ് ആ രാജ്യത്തിനുമേൽ US പ്രസിഡന്റ് ട്രംപ് ചുമത്തിയ 39% തീരുവയെ പരിഹാസ രൂപേണ വിമർശിച്ച് വാച്ച് ഇറക്കിയത്? സ്വിറ്റ്സർലൻഡ്. സ്വാച്ച്. വാട്ട് ഇഫ് താരിഫ് എന്ന പേരിലിറക്കിയ ലിമിറ്റഡ് എഡിഷൻ വാച്ചിൽ 39 അക്കങ്ങളുടെ സ്ഥാനം മാറ്റിയാണ് കമ്പനി പരിഹസിച്ചത്. 139 സ്വിസ് ഫ്രാങ്കാണ്, ഏകദേശം 14,906 രൂപ വില. ഏത് രാജ്യത്തെ വാച്ച് കമ്പനിയാണ് ആ രാജ്യത്തിനുമേൽ US പ്രസിഡന്റ് ട്രംപ് ചുമത്തിയ 39% തീരുവയെ പരിഹാസ രൂപേണ വിമർശിച്ച് വാച്ച് ഇറക്കിയത്? സ്വിറ്റ്സർലൻഡ്. അടുത്തിടെ അന്തരിച്ച ശങ്കർ കൃഷ്ണമൂർത്തി ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? പരസ്യ കലാകാരൻ. അടുത്തിടെ അന്തരിച്ച ശങ്കർ കൃഷ്ണമൂർത്തി ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? പരസ്യ കലാകാരൻ. ഇന്ത്യൻ നേവി ഏറ്റവും ഒടുവിലായി കമ്മീഷൻ ചെയ്ത നേവൽ ബേസ്? ആരാവലി, ഗുരുഗ്രാം, ഹരിയാന. ഇന്ത്യൻ നേവി ഏറ്റവും ഒടുവിലായി കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ആരാവലി, ഗുരുഗ്രാം, ഹരിയാന. 2025 സെപ്റ്റംബർ 12 ഇത് കമ്മീഷൻ ചെയ്തത്. ആരാവലി പർവ്വതനിരയുടെ പേരാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ നേവി ഏറ്റവും ഒടുവിലായി കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ആരാവലി. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സ്വദേശ് സമ്മാൻ ബഹുമതി നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സ്വദേശ് സമ്മാൻ ബഹുമതി നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം KSFE. KSFEയുടെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. എൻഡറോമിക്സ് എന്ന ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ച രാജ്യം? റഷ്യ. എൻഡറോമിക്സ് എന്ന ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ച രാജ്യം? റഷ്യ. സെപ്റ്റംബർ 10 US വെടിയേറ്റു മരിച്ച ചാർലി കിർക്ക് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു? തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റും പ്രസിഡന്റ് ട്രംപിൻ്റെ വിശ്വസ്തനും. യൂട്ട സർവകലാശാലയിൽ യുവാക്കളുമായി സംവദിക്കുന്നതിനിടെയാണ് ആക്രമിക്കപ്പെട്ടത്. 18-ാം വയസ്സിൽ ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടന രൂപവൽക്കരിച്ച് അതിലൂടെ യുവാക്കളെ വലതുപക്ഷ ചേരിയിലേക്ക് നയിച്ചു. സെപ്റ്റംബർ 10 US വെടിയേറ്റു മരിച്ച ചാർലി കിർക്ക് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു? തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റും പ്രസിഡന്റ് ട്രംപിൻ്റെ വിശ്വസ്തനും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.